തണുപ്പുണ്ടോ? തണുപ്പേ ഉള്ളൂ. തണുപ്പുണ്ടാന്ന. അയ്യോ, നമ്മളിത് എത്രാമത്തെ ചായയാണ്? നമ്മളൊരു 4ാമത്തെ ചായ. തണുപ്പ് മാറാൻ വേണ്ടി എന്തായാലും ഇവിടെ ഒരു 7-8 മണി വരെ ഇവിടെ അങ്ങ് കൂടാം. വെളിയിറങ്ങിയ ഭയങ്കര തണുപ്പ്. അപ്പോൾ ഈ ഒരു ചായക്കടയിൽ നല്ല വ്യൂ ഉണ്ട്, നല്ല ചായയും കിട്ടും. ഞാൻ കോഫി മാറ്റി, ഞാൻ ഇപ്പോൾ ചായ മാറ്റി കോഫി ആക്കി. പേര് അതിരസം. അതിരസം കഴിച്ചു തുടങ്ങി. അതിരസം, ഇതിന്റെ പേര് അതിരസം. പേരിൽ നല്ല രസമുണ്ട്. കഴിച്ച് ഡോണറ്റ് വടയിലേക്ക് ഒരു നെയ്യപ്പം എടുത്ത് നെയ്യപ്പത്തില് എന്തോ കാണിയാ വടയിലെ ഡോണറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പ്. വട്ടവട ആയതുകൊണ്ടാണ് നെയ്യപ്പത്തിന് വടയുടെ ഷേപ്പ്. വടവടയി പക്ഷെ ഇത് വടല്ല, ഇതിൻ്റെ പേരാണ് അതിരസം. ഇത്രയും തണുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. മൂന്നാറല്ല തണുപ്പല്ല, ഇവിടെ കോടയൊന്നും ഇറങ്ങൂല, പക്ഷേ ഭയങ്കര തണുപ്പ്. ഫ്രീസർ ഇരിക്കുമ്പോൾ വട്ടവട എക്സ്പ്ലോർ ചെയ്യാൻ, ബൈക്കിൽ എക്സ്പ്ലോർ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ ബൈക്കിൽ അങ്ങനെ കറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ കുറവാണ്. കാര്യം ഓഫ് റോഡ് ഉണ്ടെങ്കിലും കാന്തല്ലൂർ പോലെ അത്രയും വിസ്തൃതമല്ല ഇവിടെ. അപ്പോൾ ഇവിടെ ചെറിയ പ്രദേശമാണ്, പക്ഷെ ആ ഉള്ള പ്രദേശം വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു കടയിൽ കയറി സ്ട്രോബെറി മേടിച്ചു, സ്ട്രോബെറി വൈനും മേടിച്ചു. അപ്പോൾ എന്നിട്ട് അവിടുത്തെ ചേട്ടന്മാരെ പരിചയപ്പെട്ടു. അവർ റൂട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അവിടെ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ ചേട്ടൻ്റെയൊക്കെ അച്ഛനും അപ്പൂപ്പൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, ചേട്ടൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഇവിടത്തേക്ക് കുടിയേറി പാർക്കുക. എന്നിട്ട് ഇവിടെ തന്നെ സെറ്റായി. അങ്ങനെ ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു ചേട്ടനാണ്. തമിഴ് മലയാളം മിക്സ് ചെയ്താണ് സംസാരിക്കുന്നതെങ്കിലും അവർ യഥാർത്ഥത്തിൽ അവർ വോട്ടെല്ലാം ആധാറിലെല്ലാം അവർ മലയാളി, കേരള. അതെനിക്ക് സംശയമുണ്ടായിരുന്ന കാര്യമാണ്. അവർ തമിഴാണോ മലയാളികളാണോ? ഓക്കെ, ആ ചേട്ടനും അവരുടെ കഥകൾ കേട്ടിരിക്കുകയാണ്. വളരെ രസകരമായ കഥകളാണ്. അതിലൊരു ഗണേഷ് എന്നും പറഞ്ഞൊരു ചേട്ടനാണ്. ആ ചേട്ടൻ്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പഴയ ഐതിഹ്യമാലകളൊക്കെ കേൾക്കുന്ന പോലെ. അതായത് ചെറിയൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇവരിവിടെ നീലക്കുറിഞ്ഞി പൂക്കണ സമയത്ത്, നീലക്കുറിഞ്ഞി പൂത്ത് കഴിഞ്ഞിട്ട് അത് ചെറിയൊരു വിത്താവും, ഒരു കായാവും. അപ്പോൾ ആ കാ ഉള്ള സമയത്ത് കാട്ടിലേക്ക് ആരും കയറാൻ പാടില്ല എന്നാണ്. കയറിക്കഴിഞ്ഞാൽ ഈ ലില്ലിപുട്ട് എന്നുള്ള പണ്ട് കഥ പഠിച്ചിട്ടില്ലേ നമ്മൾ, ഗളിവറിൻ ലില്ലിപുട്ട്സിൽ അതുപോലെയുള്ള എന്തോ സംഭവം എന്ന് വെച്ചാൽ ആർക്ക് കാണാൻ പറ്റൂല. ചെറിയ ആൾക്കാർ, പുള്ളി ഉദ്ദേശിക്കുന്ന വളരെ ചെറിയ ആൾക്കാരാണ്. നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ആൾക്കാർ കാട്ടിക്കൂടെ സഞ്ചരിക്കുമെന്നും അതെടുക്കാനോ എന്തിനോ ഇത്തരം ആൾക്കാർ അതിൽ കൂടെ സഞ്ചരിക്കുമെന്നും. അപ്പൊ അങ്ങനെ ആ സമയത്ത് നമ്മൾ കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കാല് മുറിയുമെന്നും ഒക്കെ ഉള്ളൊരു വിശ്വാസം എടുക്കുന്നതിലുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നീലക്കുറിഞ്ഞി പൂത്ത് കഴിഞ്ഞിട്ട് വിത്താവണ സമയം അവരാരും കാട്ടിൽ ആ നീലക്കുറിഞ്ഞിയുടെ ഭാഗത്ത് പോകൂല, അത് കഴിഞ്ഞിട്ട് പോകുള്ളൂ. അത് അനുഭവമുള്ള പുള്ളിക്കാരന്റെ അമ്മയ്ക്ക് ഇതേപോലെ ഈ സമയത്ത് നീലക്കുറിഞ്ഞി പൂത്ത സമയത്ത് അതുവഴി പോയെന്നും അതുവഴി പോയപ്പോൾ കാല് മൊത്തവും മുറിഞ്ഞെന്നും ഒക്കെ ഉള്ള കഥകൾ പുള്ളി പറഞ്ഞു. അതൊരു കഥ. അമ്പലത്തിന്റെ കഥ. പിന്നെ വേറൊരു കഥ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ലോകത്തില്ലാത്ത ഏറ്റവും വിഷമുള്ള സ്പൈഡർ ഉള്ളത് ഈ കാട്ടിലാണെന്നും. ഇതൊക്കെ സത്യമാണോ അല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവരുടെ പറയുന്ന കഥകളെല്ലാം, അവരുടെ വിശ്വാസം. അപ്പോൾ ആ ഏറ്റവും വലിയ സ്പൈഡർ ഇവിടെയാണെന്നും. അപ്പോൾ ആ സ്പൈഡർ നമ്മളെ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച ഭാഗം മണിക്കൂറുകൾക്കകം അഴുകി ചീഞ്ഞു പോകുമെന്നും പിന്നെ തുടച്ചു കളഞ്ഞാൽ അത്രയും സ്കിൻ അങ്ങ് ഊരിപ്പോകുമെന്നും ഒക്കെ മറ്റൊരു കഥ. അപ്പോൾ ഇങ്ങനെ രസകരമായ ഒരുപാട് കഥകളും കേട്ട് ഞങ്ങൾ ഈ കാന്തല്ലൂർ വട്ടവട ഗ്രാമത്തില് ഗണേശൻ എന്ന ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഗണേശൻ ചേട്ടൻ ഇവിടുത്തെ സെലിബ്രിറ്റീസായ ഇപ്പൊ ഈ അടുത്തിറക്കി കണ്ട അരിക്കൊമ്പനല്ല, ഇപ്പൊ അടുത്തിറക്കി പടയപ്പ മുഖത്തോട് മുഖം കണ്ട ചേട്ടനാണിത്. അപ്പൊ ആ അനുഭവം ഇപ്പൊ ചേട്ടൻ പറയും. ചേട്ടന്റെ പിക്കപ്പ് ഓടിച്ച് പറഞ്ഞ വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത്. ഇവിടെ പറഞ്ഞു കേട്ടോ. അത് രാവിലെ ഇവിടെ നിന്ന് ഒരു 5:30 പോകുന്ന സമയത്ത് എനിക്ക് അടിമാലി ചേട്ടൻ വണ്ടി പണിയാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കാ പോകുന്ന ഈ വഴി കൂടി പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ആന കാണുമോന്ന് ഒരു പ്രതീക്ഷ. ആ വഴി കൂടി പോകുന്ന സമയത്ത് ആന കാണുമോ എന്നൊരു മനസ്സിൽ തോന്നി. അപ്പൊ ആരാറ് പോസ്റ്റ് കഴിഞ്ഞപ്പോ
നിൽക്കുമോ മല പോലെ സാധനം നിൽക്കുക. എനിക്ക് മല പോലെ നിൽക്കുന്ന സംഭവം കണ്ടില്ല. ഇങ്ങനെ നിൽക്കുവാണ് റോഡിലെ. പെട്ടെന്ന് ഒരു ടെൻസായി, എന്താണ് സംഭവം, ഇങ്ങനെ മുളുത്ത് നിൽക്കുക. സാധനം പാല് മാത്രം ആട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആ കൊമ്പിന്റെ പുറകുണ്ട് ആ കണ്ടുകളി. അതിന്റെ നിറം, കൊമ്പിന്റെ നിറമൊക്കെ മാറി, ഏതാണ്ട് ചെളിയിൽ കുത്തി മൊത്തം ചെളിയാ. പിന്നെ എനിക്ക് പേടിയായി. അതിന് പുറകില്, എൻ്റെ പുറകിൽ ഒരു ഓട്ടോറിക്ഷ നിൽക്കുക. ചേട്ടാ എന്താന്ന് പറഞ്ഞു, എടാ നീ അങ്ങോട്ട് പോകണമെന്ന് പറയും. ഞങ്ങൾ പറയാ നിർത്തുന്നു പറഞ്ഞു. അവനെ ഒന്നും ശല്യം ചെയ്തില്ല. ആരും കണ്ടാതെ ഒരു പേടിയാകും, കണ്ടാലും ഒരു രസമാകും. അവന്റെ ഒരു സാധാരണ അതൊരു സേഫ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ലടാ. കണ്ടു തന്നെ എനിക്ക് ഒരു രസമായി. ഈ കൊമ്പിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഒരു സൈഡ് മാത്രം കണ്ടുള്ളൂ, ഒരു സൈഡ് മാത്രം ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. എൻ്റെ കണ്ണ് കണ്ടത് തന്നെ എനിക്ക് പേടിയായി. അതിന് ഒരു നോട്ടം ഇങ്ങനെ തിരിഞ്ഞ് എൻ്റെ ലൈറ്റ് ഇട്ട് കൊടുക്കുക ബ്രൈറ്റ്. അവൻ കണ്ടപ്പോൾ എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് കാട് കൊടുത്ത് കടന്നു പോയി. ഇതിപ്പം ഇതിന്റെ സംഭവം ഇതാണ്, ഈ റോഡ് ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ വണ്ടിക്ക് കടന്നു പോകുന്ന രീതിയേ ഉള്ളൂ. അതിന്റെ രീതി ഇങ്ങനെ നിൽക്കുന്ന നീളത്തിലെ കുറേ നേരം അവിടെ നിൽക്കുന്ന സംഭവമാണ്. ഞാൻ ഇച്ചിരി ഒരു 5 മിനിറ്റ് അവിടെ നിന്നു. എന്നാലും അവനെ ഒന്നും ശല്യം ചെയ്തില്ല. അവനൊരു ഇതിപ്പോ ഇപ്പൊ നമ്മള് കേട്ടത് ആരാണ്? പടയപ്പയുടെ കഥയാണ്. പക്ഷെ ഇവിടെയുള്ള ചേട്ടന്മാരുടെ എല്ലാം വികാരമായിരുന്നു നമ്മുടെ അരിക്കൊമ്പൻ. ഇവിടെ ഒരു ഉഗ്രന എന്ന് പറഞ്ഞാൽ അവന്റെ തലയെടുപ്പ്, അവന്റെ ഒരു നട സ്റ്റൈല്, അതായത് ഇവിടത്തുകാരുടെ ഒരു എന്താണ് പേര് വിടാൻ കാരണം എന്താ അറിയാമോ? പടയപ്പ രജനീകാന്തിന്റെ ഒരു സിനിമയുടെ പേരാ. സിനിമയില് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവൻ മറയൂർ സൈഡിൽ നിന്നോണ്ടിരിക്കുന്ന സമയത്ത്, മറയൂരില് അന്നേരം തമിഴ്നാട്ടിൽ നിന്നൊരു ടൂറിസ്റ്റ് ബസ് വരുമ്പോ റോഡ് സൈഡ് നിൽക്കുക. ഇമാരി പടയപ്പല്ല മറ്റേ പാട്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ പാട്ട് കേട്ട് ഇമാര് നിന്നത് ഇവൻ അങ്ങ് തുള്ളാൻ തുടങ്ങി. ഇവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ആ ഡാൻസ് കളി കണ്ടപ്പോഴത്തേക്കും സല്യൂട്ട് വയ്ക്കാൻ തുടങ്ങി. കൈവൊക്കല്. അതുകൊണ്ടാണ് ഈ KSRTC ബസ് വരുവാണെങ്കിൽ അവനൊരു പ്രത്യേക സ്റ്റൈലാ. വന്നിട്ട് നിർത്തും, നിർത്തിട്ട് ഒരു കുത്തു. നാട് കടത്തി പോയല്ലോ, ഇനി അവന്റെ കഥ ഇല്ലല്ലോ. ചില്ലുപിടി ആരും ഒരു സ്ഥലമില്ല. വന്ന് തേങ്ങ എടുക്കും. ഈ കടയിലെ സൈഡിൽ വെച്ചിരിക്കുന്ന കടയിലെ മൊത്തം തേങ്ങ എടുക്കുക, അല്ലെങ്കിൽ മാന്തി കളിച്ചു. വേറെ ഒരു ശല്യമില്ലാത്ത ഒരു പാവം. അതിനുള്ള സാധനം ഇപ്പൊ അലമാരിക്കകത്ത് വെച്ചാലും കുത്തി ആണെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടില് ഭയങ്കര സ്വഭാവ ജീവിതം നിപ്പുണ്ടെന്ന് അവന്മാർ പറയുന്നുണ്ട്. എന്നാലേ ആര് കണ്ടു. അവന്മാര് കൊടുത്തു, കേരളത്തിന്റെ വസ്തു അവനെ കൊടുത്തു. അവന്മാര് തമിഴ്നാട്ടുകാർ അതൊക്കെ കൊടുക്കരുത്. അന്ന് കൊടുക്കാതെ അവന്മാര് ഈ കുംകിയാണ് ആക്കുവാണെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു. പാവത് ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം ആയിരിക്കുമ്പോൾ കൊണ്ടുണ്ട്. ഞങ്ങൾ തമിഴ്നാട് കല്യാണം കളിച്ചിരിക്കുന്നത്. എൻ്റെ വൈഫ് തമിഴ്നാട്ടിൽ കല്യാണം കളിച്ചിരിക്കുന്നത്. ആ വഴി കൂടി ഞങ്ങൾ ചൊല്ലും എൻ്റെ വണ്ടിയായിട്ട്. ചെല്ലുമ്പോൾ റോഡിലൊക്കെ പോകും. എന്നാലും പേടിയാകും. ഇപ്പോൾ പോർച്ചുകാർ വരും, അരിക്കുമ്പോഴായിക്കോട്ടെ വേറെന്ന് പറയും, നിർത്തും. അവൻ കടന്നു കഴിഞ്ഞാൽ അങ്ങനെ കടന്നു പോകും. അതുപോലെ നമുക്ക് പോയ സാധനം വാങ്ങി. അപ്പൊ ചേട്ടനായിട്ട് കച്ചവടം. ദിവാകരൻ, അടിപൊളി സൂപ്പർ പേരാണല്ലോ ദിവാകരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ. ഓ നീ ഇവിടെ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ? ഏത് ഇവിടെ ഇങ്ങനെ കറക്കുന്ന ചോദിക്കും. നമ്മളെ പയ്യൻ ദിവാകരനെ ചോദിക്കും. മീറ്റ് മിസ്റ്റർ ദിവാകരൻ. നമ്മുടെ നാട്ടിലെ ദിവാകരനാണ് ഇരിക്കുന്നത്. നമ്മൾ ദിവാകരനോട് ചോദിക്കാം. ദിവാകരൻ എത്രയിലാണ് പഠിക്കുന്നത്? ദിവാകരൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. 10th കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ +2 ഓപ്ഷനുണ്ട്. അപ്പോൾ ദിവാകരൻ്റെ ഇവിടുത്തെ അനുഭവങ്ങൾ. ദിവാകരൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ? നല്ല തണുപ്പാണ്. ദിവാകരന് വലുതാകുമ്പോൾ ആരാവണമെന്നാണ് ആഗ്രഹം? വെരി ഗുഡ്. അപ്പോൾ നമ്മളെ വട്ടവടം നിന്ന് നാളത്തെ ഡോക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. ഡോക്ടർ ദിവാകരൻ. ഒരു ഷെക്കൻഡ് കൊടുക്കട്ടെ. എന്നെ എടുത്തിട്ട് ദിവാകരൻ നാളെ ഡോക്ടർ ആവണം. ഈ വട്ടവടന്ന് ഏറ്റവും ബെസ്റ്റ് ഡോക്ടറായിട്ട് പൊങ്ങി വരണം. ഓക്കെ. അപ്പോൾ +2 കഴിഞ്ഞിട്ട് അല്ല 10th ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ ഏത് ഗ്രൂപ്പ് പഠിക്കണം? സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കും. സയൻസ് എടുത്ത് പഠിച്ചിട്ട് അതിൽ നല്ല മാർക്ക് വാങ്ങിച്ച് എൻട്രൻസ് പരീക്ഷ എഴുതണം. അറിയാമല്ലോ, എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും.
അത് കഴിഞ്ഞ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഡോക്ടറായി. ഞാൻ വിചാരിക്കും എന്തിനാണോ ഞാൻ ഇപ്പൊ ഈ ചേട്ടനെ പരിചയപ്പെട്ടത്. സ്ഥലം വേണമെന്ന് ചോദിച്ചത് അവത്തായി പോയാന്ന് ചോദിച്ചു. ദിവാരനെ പരിചയപ്പെട്ടത് ഇവിടെ എത്തിയപ്പോൾ ദിവാരൻ ചോദിച്ചു നമുക്ക് റൂം വേണോ. അപ്പോൾ റൂം വേണ്ട, ഞങ്ങൾ റൂം ഓൾറെഡി എടുത്തിട്ടുണ്ട്. ദിവാരനെ ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ചു. അപ്പോഴാണ് അറിയുന്നത് ഇത്രയും ആംബീഷ്യസ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വട്ടവടയുടെ ദിവാകരൻ. ടാറ്റ പറഞ്ഞു ദിവാര. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ദിവാര. ഇവിടെ യൂട്യൂബ് ഒക്കെ കിട്ടുമോ? ഞങ്ങളുടെ ചാനലുണ്ട്, ചാനലിൽ വരും വീഡിയോ. അപ്പൊ അറിയാമോ ചാനലിൽ നീ എങ്ങനെയാണ്? മൊബൈലൊന്നും കയ്യില്ല. എന്നാ ഇട്, യൂട്യൂബ് ഇട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നാളത്തെ വീഡിയോ വരുമ്പം ഒതുക്കി കൊടുമേ. നാളെ വരില്ല, വരുമ്പം നോട്ടിഫിക്കേഷൻ വരും. നെറ്റ് കിട്ടിയാ? എടാ നീ ഇഞ്ഞ് വാടിറങ്ങി. നീ അടിച്ചാ മതി. കാസിൽ CASTL കാസിൽ ക്യൂൻ സ്പേസ് ഇട്ട് QUEEN സ്പേസ് അബി ABI നോട്ടച്ച് കൊണ്ടുവന്ന് ഒരു സബ്സ്ക്രൈബർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിന്റെ വീഡിയോ വരും. അപ്പൊ എല്ലാവർക്കും കാണിക്കണം, എല്ലാവരെയും കൂടി സബ്സ്ക്രൈബും ചെയ്യിപ്പിക്കും. ഓക്കെ, എടുത്തോ. ഞങ്ങൾ വീഡിയോ എടുത്ത് വട്ടവടയുടെ ജീവിതങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയുള്ള ആൾക്കാരായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ദിവാകരൻ. ദിവാകരൻ നല്ല ലക്ഷ്യബോധമുള്ള നല്ല മിടുക്കനായ ഒരു പയ്യനാണ്. അങ്ങനെ ദിവാകരനെ പരിചയപ്പെട്ടു. അതുപോലെ നേരത്തെ കണ്ട ഗണേശൻ ചേട്ടനെ പരിചയപ്പെട്ടു. ഒരുപാട് കഥകൾ കേൾക്കാൻ പറ്റി നമുക്ക് ഗണേശൻ ചേട്ടനിൽ നിന്നും. അതുപോലെ വേറൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടൻ്റെതാണ് ഈ ഒരു ഫാം, സ്ട്രോബെറി ഫാമാണ്. സ്ട്രോബെറി മാത്രമല്ല, ഗ്രീൻ പീസും വേറെ എന്തൊക്കെയോ കൃഷികൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നൊരു ടെൻറ്റ് സ്റ്റേ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ 3-4 ടെൻറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്താലേ നമുക്ക് ടെൻറ്റിൽ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ടെൻറ്റ് സ്റ്റേ, പക്ഷേ അത് അടിപൊളിയായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ആ ടെൻറ്റിൽ നോക്കുമ്പോൾ കാണുന്നത് ഈ ഗ്രാമത്തിൻ്റെ കൃഷി സ്ഥലങ്ങളും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ സ്ട്രോബെറി തോട്ടങ്ങൾക്കിടയിലൊരു സ്റ്റേ അടിപൊളിയായിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ബാർബിക്യൂ സെറ്റപ്പും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. എന്നിട്ട് രാത്രി വരെ നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ തന്നെ നിന്നു. റൂമിലേക്ക് പോയതേ ഇല്ലായിരുന്നു. നമ്മൾ കൂടുതൽ ഇവിടെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. നല്ല തണുപ്പായിരുന്നു. രാത്രി ആവുന്നതോറും തണുപ്പ് കൂടി വരുമായിരുന്നു. ഒരുപാടൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനില്ല വട്ടവട. എങ്കിലും നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് തണുപ്പാണ്, വല്ലാത്തൊരു തണുപ്പാണ് ഇവിടെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും തണുപ്പായിരുന്നു. എന്നാലും നമുക്കത് എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ കുറേ സമയം നിന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. അവിടുത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി നമ്മളവിടെ ഇരുന്നിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോയ ദിവസം ഭയങ്കര ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ 1-2 ഹോട്ടൽസും റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളൂ. അപ്പം നേരത്തെ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ നമ്മുടെ റിസോർട്ടിൽ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ കറങ്ങാനൊക്കെ പോയിട്ട് ഡിന്നർ കഴിച്ചിട്ടേ വരുള്ളൂ, ഞങ്ങൾക്ക് ഡിന്നർ കരുതണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഫുഡ് വേണമെന്ന് അവിടെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ നമ്മൾ തിരിച്ച് വന്നപ്പോൾ നേരത്തെ ആൾക്കാർ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അവിടെ ഫുഡെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. വരുന്ന ആൾക്കാരെല്ലാം ഫുഡ് കിട്ടാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 2 പേരായതുകൊണ്ട് ഞങ്ങൾക്ക് 2 പൊറോട്ടയും ബീഫില്ലായിരുന്നു, ഗ്രീൻ പീസ് കറിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി കുറേ ആൾക്കാർക്കൊന്നും കിട്ടിയില്ല. അവർ പിന്നെ അടുത്ത് വേറൊരു കടയിൽ നിന്ന് ബ്രെഡ് ഓംലേറ്റും നൂഡിൽസും ചായയൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഡിന്നറായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ റിസോർട്ടിൽ തന്നെ ഡിന്നർ പറയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. എന്നിട്ട് നമ്മളിവിടെ നൈറ്റ് ഇതാണ് അവിടെ കാണുന്നത്. നല്ല തണുപ്പായിരുന്നു. കുറേ സമയം നമ്മളവിടെ ഇരുന്നു. എന്നിട്ട് തണുപ്പ് കൂടി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ റിസോർട്ടിലാണെങ്കിൽ അവിടുത്തെ മാനേജർ ചേട്ടനാണെങ്കിൽ അടിപൊളിയാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചേട്ടനാണ്. എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ആ ചേട്ടൻ അവിടുത്തെ അന്നുണ്ടായിരുന്ന എല്ലാ ഗസ്റ്റിനെയും വിളിച്ചിട്ട് റിസോർട്ടിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ തീ കായാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്നു
പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുറേ സമയം സംസാരിച്ചു. തീയൊക്കെ കാഞ്ഞിട്ടാണ് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയത്. അങ്ങനെ ഒരു അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല മൊത്തത്തിൽ നല്ലൊരു ഡേ ആയിരുന്നു. വട്ടവട അങ്ങനെ. അപ്പോൾ ഇതാണിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ചേട്ടൻ വന്ന് വിളിച്ചത്. അവിടെ തീയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വരുന്നെങ്കിൽ വാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. റിട്ടയർ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഹണിമൂൺ കപ്പിൾസ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സുമായിട്ട് വന്നവരുണ്ടായിരുന്നു, ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെപ്പോലെ റൈഡ് ചെയ്ത് വന്ന രണ്ട് പേരുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ പല സ്ഥലത്തു നിന്ന്, ട്രിവാൻഡ്രത്തു നിന്ന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും കൊച്ചി ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.